എല്ലാവർക്കും ലച്ചൂസ് വ്ലോഗിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിന്നിവിടെ കാണിക്കുന്നത് റബ്ബർ ടാപ്പിംഗ് മുതൽ ഷീറ്റ് അടിക്കുന്നത് വരെയുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. അതുകൂടാതെ തന്നെ നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ എന്നെ കമൻസിലൂടെ രേഖപ്പെടുത്തണം. ഓക്കെ, അപ്പോൾ നമുക്ക് സമയം ഒരുപാടൊന്നും കളയാതെ പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോവാം. ഓക്കെ, അപ്പോൾ നമ്മൾ റബ്ബറൊക്കെ വെട്ടി. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് പാലെടുക്കുക ഷീറ്റാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഓരോ കളറാണ് കാണിക്കുക. അപ്പോൾ ഏകദേശം നമ്മളിത് പാലൊക്കെ എടുത്ത് തീരാറായി. ഇനി നമുക്ക് ഓറ ഒഴിക്കാൻ പോവാം. ഓക്കെ, അപ്പോൾ നമ്മൾ പാലൊക്കെ എടുത്ത് കഴിഞ്ഞു. ഇനി നമ്മൾ ഓറ ഒഴിക്കാൻ പോവാണ് കേട്ടോ. അതിനായിട്ട് ഇപ്പോൾ ഇവിടെ ഡിഷൊക്കെ കഴുകി എടുത്ത് വെച്ചിട്ടുണ്ട്. അരിപ്പയും ഡിഷും ഒക്കെ കഴുകി എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാനൊരു ഡിഷിനകത്ത് ഇപ്പോൾ ഒഴിക്കുന്നത് 3 കപ്പ് പാലാണ്. അപ്പോൾ ഈ അരിപ്പ വച്ചിരിക്കാൻ കാരണം നമുക്ക് കരടൊന്നും ഇല്ലാതെ അരിച്ച് നന്നായിട്ട് നല്ല ഷീറ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. രണ്ടല്ലായിരുന്നു. നമ്മൾ പാലിൻ്റെയൊക്കെ കൊഴുപ്പിനനുസരിച്ചാണ് പാലിൻ്റെ അളവ് നമ്മൾ ഒഴിക്കേണ്ടത്. ഇവിടെ ഇച്ചിരി കൊഴുപ്പ് കുറവായതുകൊണ്ടാണ് നമ്മൾ 3 കപ്പ് വെച്ച് ഒഴിക്കുന്നത് കേട്ടോ.
നമ്മളെല്ലാ ഡിഷിലും പാലൊക്കെ ഒഴിച്ച് കഴിഞ്ഞു. ഇനി നമ്മൾ ഇതിനകത്തേക്ക് വെള്ളമാണ് ചേർക്കേണ്ടത്. നമുക്ക് വെള്ളം അളക്കാം. ഇനി നമ്മൾ കൊഴുപ്പ് കുറവായതുകൊണ്ട് 1 കപ്പ് വെച്ചാണ് കേട്ടോ വെള്ളം ഒഴിക്കുന്നത്. ഇപ്പോൾ നല്ല കൊഴുപ്പുള്ള പാലാണെങ്കിൽ നമുക്ക് 2 കപ്പ് വെള്ളം നമുക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. പാലൊഴിക്കുമ്പോൾ അരിപ്പ വെച്ച് ഒഴിക്കുന്നത് നമുക്ക് നല്ല ഷീറ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഒരു കരടൊന്നും ഇല്ലാതെ നല്ല ഷീറ്റായിട്ട് വരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. നമുക്ക് ഡിഷിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഓരോ ഡിഷിലും 1 കപ്പ് വെച്ചാണ് കേട്ടോ ഒഴിക്കുന്നത്. ബാക്കിയുള്ള വെള്ളം നമുക്ക് എല്ലാത്തിലും കൂടെ ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ആസിഡ് ഒഴിക്കണം. അപ്പോൾ ഇവിടെ നമ്മൾ ഇപ്പോൾ ആസിഡ് ഒഴിക്കാൻ പോവാണ്. ഇവിടെ 50 മില്ലി ആസിഡിനകത്തേക്ക് നമ്മൾ 3/4 ലിറ്റർ വെള്ളം ഒഴിച്ച് നേർപ്പിച്ച് വെച്ചിരിക്കുന്ന ആസിഡാണിത്. നമ്മളൊരു 60 മില്ലിയാണ് നമ്മൾ ഒരു ഡിഷിൽ ഒഴിക്കുന്നത് കേട്ടോ. നമുക്ക് ആസിഡ് ഒഴിച്ച് കൊടുക്കാം. നമുക്ക് ഇളക്കി കൊടുക്കാം. ആസിഡ് ഒഴിച്ചിട്ട് ഒരുപാട് നേരം വച്ചുകൊണ്ടിരിക്കരുത്. പെട്ടെന്ന് തന്നെ ഇളക്കണം. ഇല്ലെങ്കിൽ നമ്മുടെ ഇളക്കാതെ തന്നെ പെട്ടെന്ന് ഉറച്ചു പോകാൻ സാധ്യത ഉണ്ടാകും. ഇളക്കാതിരുന്നാലുള്ള കുഴപ്പം അതാണ്. അപ്പോൾ ആസിഡ് ഒഴിച്ച് പെട്ടെന്ന് തന്നെ നമ്മൾ ഇളക്കിയിരിക്കണം. ഇനി നമ്മൾ ഈ മുകളിൽ പൊങ്ങിക്കിടക്കുന്ന പത ഒരു സൈഡിലേക്ക് അല്ലെങ്കിൽ ഒരു കോർണറിലേക്ക് നമുക്ക് പതിയെ നീക്കി വെച്ച് കൊടുക്കാം, കൂട്ടി വയ്ക്കാം. അതുപോലെ തന്നെ അടുത്ത ഡിഷിൽ നമുക്ക് 60 മില്ലി ആസിഡ് ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ട് ഇളക്കി കൊടുക്കാം.
ആദ്യത്തെ ഡിഷ് ചെയ്ത പോലെ തന്നെ നമുക്ക് പത കൂട്ടി കൊടുക്കണം. നമ്മളിപ്പോൾ ചെയ്ത പോലെ തന്നെ ഇതുപോലെ എല്ലാ ഡിഷിലുമാണ് ഇനി ചെയ്യേണ്ടത്. ഇപ്പോൾ ലാസ്റ്റ് ഡിഷിനകത്താണ് ആസിഡ് ഒഴിച്ചത്. അതിപ്പോൾ ഇളക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഒരു പത കൂട്ടുകയാണ്. ഇതുപോലെ നമ്മളെല്ലാം ഇപ്പോൾ ഒഴിച്ച് വെച്ച് കഴിഞ്ഞു. ഇനി 2 മണിക്കൂർ കഴിയുമ്പോഴേക്കത്തേക്കെല്ലാം ഉറയ്ക്കും. അപ്പോൾ നമുക്ക് ഷീറ്റ് അടിക്കാം. 2 മണിക്കൂർ കഴിയുമ്പോൾ ഇനി ഷീറ്റ് അടിക്കാം. ഓക്കെ, 2 മണിക്കൂറിന് ശേഷം നമ്മൾ നോക്കിയായിരുന്നു. അപ്പോൾ നോക്കിയപ്പോൾ നന്നായിട്ട് ഉറച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ പൊളിച്ച് നോക്കിയപ്പോൾ നമുക്ക് ഷീറ്റ് അടിക്കാനുള്ള പാകത്തിനായിട്ടുണ്ട്. അപ്പോൾ ഈ സൈഡിൽ കൂടി ഇരിക്കുന്ന ചെറിയ റബ്ബറിൻ്റെ ഇതുപോലെ ഇരിക്കുന്ന അത് നമ്മൾ ഷീറ്റിൻ്റെ കൂടെ വെച്ച് തേക്കരുത്. അത് നമ്മുടെ ഷീറ്റിൻ്റെ ക്വാളിറ്റി നഷ്ടപ്പെടും. ഓക്കെ, ഇനി നമുക്ക് ഇത് പറിച്ചെടുക്കാം. നമുക്കിത് വേണമെങ്കിൽ ഇനി ഒട്ടുപാലിൻ്റെയോ വള്ളിപ്പാലിൻ്റെയോ കൂടെ ഇട്ടിട്ട് ഉപയോഗിച്ചാൽ മതി. അതുപോലെ ഞാൻ ഇപ്പോൾ എല്ലാത്തിൻ്റെ എടുക്കുവാണ്. നമ്മൾ അവസാനത്തെയാണ് പൊളിച്ചെടുത്തുകൊണ്ടിരിക്കുന്നത്. ഇത് ഒരെണ്ണോടെ ഉള്ളൂ. ഇനി ഇത് മൊത്തം നമുക്കിത് ഇത്രയും കിട്ടിയിട്ടുണ്ട്. ഇതിന്ന് മാറ്റി വയ്ക്കാൻ. 5 ഷീറ്റിൽ നിന്നാണ് നമുക്ക് അത്രയും കിട്ടിയത് കേട്ടോ. ഇനി നമുക്ക് പതിയെ ഷീറ്റ് അടിച്ച് തുടങ്ങാം. നമ്മളിപ്പോഴും മെഷീൻ കഴുകിയിട്ടാണ് ഷീറ്റ് അടിക്കാൻ പോകുള്ളൂ. ഇല്ലെങ്കിൽ മെഷീനിലുള്ള പൊടിയൊക്കെ ഷീറ്റിലേക്ക് പറ്റും. നമുക്ക് ഷീറ്റ് അടിച്ചിലേക്ക് വെച്ച് കൊടുക്കാം. മെഷീനിലേക്ക് വെച്ച് കൊടുക്കാം. നമ്മൾ ഷീറ്റ് അടിക്കുന്നതിനനുസരിച്ച് അടിച്ച് ടൈറ്റാക്കി കൊടുക്കണം. ഇത് നമുക്ക് അച്ചിലേക്ക് കയറ്റാം. അടുത്ത ഷീറ്റ് നമുക്ക് അച്ചിലേക്ക് കയറ്റി കൊടുക്കാം.
ഇതിൻ്റെ പാകത്തിനുള്ള കട്ടയാവുന്നത് വരെ നമ്മൾ പ്ലെയിൻ ആയിട്ടുള്ള മെഷീനിൽ കയറ്റണം. ഒരു 5-6 തവണ കയറ്റിയാൽ മതിയായിരിക്കും. അപ്പോൾ നമ്മൾ ഷീറ്റെല്ലാം അടിച്ച് കഴിഞ്ഞു. ഇനി നമുക്ക് വിരിച്ചിടാം. നമ്മളിത് ഷീറ്റെല്ലാം വിരിച്ചിട്ട് കഴിഞ്ഞു. ഇനി പയ്യെ വെള്ളമൊക്കെ വലിഞ്ഞു കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് പുകപ്പുരയിലേക്ക് കയറ്റിയിട്ട് കൊടുക്കാം. അത് ഇനിയിപ്പോൾ ശരിക്കും അത് ഉണങ്ങിക്കഴിഞ്ഞതിന് ശേഷം നമുക്കത് കടയിൽ കൊണ്ട് കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മൾ ടാപ്പിംഗ് തൊട്ട് ഷീറ്റ് അടിക്കുന്ന വരെയുള്ള മെത്തേഡ്. ഇത്രേ ഉള്ളൂ, വളരെ സിമ്പിളാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.